തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും തോൽക്കുമെന്ന ഭയം നമ്മുടെ സർക്കാരിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പൈസ ഇങ്ങനെ വാരി വിതറുന്നത്. റാന്നി വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ചെറിയ, അതായത് വെറും 400 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള അങ്കണവാടിയുടെ നിർമ്മാണത്തിനായി 17 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതും റാന്നി MLA ആയ പ്രമോദ് നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നുമാണ് ഇത്രയും അധികം തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. KSU റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് അമൽ ഷിബുവാണ് ഈ ക്രമക്കേട് കണ്ടുപിടിച്ചത്. ഈ കെട്ടിടം കണ്ടാൽ ഇതിന് ഇത്രയും ചെലവുണ്ടോ എന്ന് ആരായാലും സംശയിക്കും. കാരണം അത്രയ്ക്കും ചെറിയ അങ്കണവാടി കെട്ടിടമാണിത്. സൗകര്യങ്ങൾ വളരെ കുറവ്. ഒരു മുറി, ഒരു അടുക്കള, ഒരു സ്റ്റോർ റൂം, ബാത്റൂം എന്നിവ മാത്രമാണുള്ളത്. ആകെ 10ൽ താഴെ കുട്ടികൾക്ക് മാത്രമേ ഒരു സമയം ആ അങ്കണവാടിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അങ്കണവാടിക്ക് എങ്ങനെയാണ് ഇത്രയും അധികം പൈസ വരുന്നതെന്ന സംശയത്തിലാണ് നാട്ടുകാർ. ഇത്രയും രൂപയുടെ എസ്റ്റിമേറ്റ് അനുവദിച്ചിട്ടും ഇത്രയും ചെറിയ കെട്ടിടം പണിഞ്ഞത് നാട്ടുകാർക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 4 ലക്ഷം രൂപ കൊണ്ട് പണിയുന്ന വീടുകൾക്ക് പോലും ഇതിലും വലുപ്പമുണ്ടാവും. അപ്പോ കുട്ടികളോട് സർക്കാർ കാണിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നു കഴിഞ്ഞു. അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനോ ഇരിക്കാനോ പോലും സൗകര്യമില്ല എന്ന കാര്യം നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നതാണ്. പുറത്തു വന്ന എസ്റ്റിമേറ്റ് രേഖകൾ പ്രകാരം കെട്ടിടത്തിന്റെ 12,12,631 രൂപയാണ് ചെലവ് കാണിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 1,61,652 രൂപയും, വൈദ്യുതിക്കായി 78,000 രൂപയും, GST ഇനത്തിൽ 47,371 രൂപയും ചേർത്ത് ആകെ 17 ലക്ഷം രൂപയാണ് രേഖകളിലുള്ളത്. ഇതിൽ വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് നിർമ്മാണ രംഗത്തെ പ്രമുഖർ തന്നെ വ്യക്തമാക്കുകയാണ്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ക്രമക്കേടുകൾ നടത്തിയിട്ടും ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങിയിട്ടും റാന്നി MLA പ്രമോദ് നാരായണൻ ഇപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തിയ അമൽ ഷിബുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അമൽ പങ്കുവച്ച വിവരങ്ങൾ വ്യാജമാണെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് MLAയുടെ ആരോപണം. വളരെ ഗുരുതരമായ മറ്റ് ആരോപണങ്ങളും അമൽ ഷിബുവിനെതിരെ MLA ഉന്നയിക്കുന്നുണ്ട്. സത്യങ്ങൾ തുറന്നു കാണിക്കുന്നത് ഇത്രയ്ക്കും വലിയ തെറ്റാണോ? സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ഇതെല്ലാം തുറന്നു കാണിക്കുന്നവർക്കെതിരെ വക്കീൽ നോട്ടീസ് നൽകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. MLAയുടെ സ്വന്തം പാർട്ടിയിലെ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റുമായിരുന്ന വ്യക്തി തന്നെയാണ് ഈ എസ്റ്റിമേറ്റ് വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. 2025 നവംബർ 30-ന് അദ്ദേഹം ഗ്രൂപ്പുകളിൽ പങ്കുവച്ച അതേ ഔദ്യോഗിക കണക്കുകൾ തന്നെയാണ് താൻ ജനങ്ങളെ അറിയിച്ചതെന്ന് അമൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് വ്യാജമാണെങ്കിൽ അത് പുറത്തുവിട്ട പാർട്ടിക്കാരനായ ജനപ്രതിനിധിക്കെതിരെയാണ് ആദ്യം നടപടി വേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. 400 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഒരു കെട്ടിടത്തിന് എങ്ങനെയാണ് 17 ലക്ഷം രൂപ വരുന്നതെന്ന് ആദ്യം MLA വിശദീകരിക്കണമെന്ന് അമൽ ഷിബു പറയുന്നു. കുട്ടികൾക്കുള്ള ഒരു പ്രാഥമിക സുരക്ഷിതത്വം പോലും ഇല്ലാതെയാണ് ഈ അങ്കണവാടി കെട്ടിടം പണിതിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കുന്നതിനായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി തട്ടിക്കൂട്ടിയ ഒരു അങ്കണവാടി കെട്ടിടം മാത്രമാണിത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കയറാമെന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. ഇത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്താൻ നാട്ടിലെ KSUക്കാരും യൂത്ത് കോൺഗ്രസും എന്നും മുന്നിൽ തന്നെ കാണും. ഇനി എന്തൊക്കെ വക്കീൽ നോട്ടീസ് അയച്ച് പേടിപ്പിക്കാൻ നോക്കിയാലും തളരില്ല. അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും.